സത്യം പറഞ്ഞാൽ ഇന്ന് കൗൺസിൽ പോലും ഒരു പ്രഹസനമാണ്. പഴയ സിനിമയിൽ ചോദിക്കുന്ന കണക്ക് എന്ത് പ്രഹസനമായ സജി എന്ന് ചോദിക്കുന്ന പോലെ എന്ത് പ്രഹസനമായ രാജേഷ് എന്ന് സാധാരണ ഒരു കൗൺസിൽ യോഗത്തിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? അനുശോചനം രേഖപ്പെടുത്തും. രണ്ടാമത് അവധിക്കുള്ള അപേക്ഷ വെക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഒരു പ്രഹസനം, പ്ലാൻ ഫണ്ട് പോലും ഇല്ല. കഴിഞ്ഞ ദിവസം സമരം 37 കോടി രൂപയാണ് നിങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ വർഷത്തെ ഫണ്ട് വിഹിതം. ആ ഫണ്ട് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ 300 കോടിയുടെ എന്ത് ബഡ്ജറ്റിന്റെ കാര്യം ഇയാൾ പറയണേ? ഇത് എവിടെ ഡിസ്കസ് ചെയ്തിട്ടാണ്? ഇത് എന്ത് കാര്യത്തിലാണ് ഇയാൾ സൂചിപ്പിക്കുന്നത്? ഇത് ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം, കുടിവെള്ള പ്രശ്നത്തിന്റെ രൂക്ഷം, ഈ പട്ടിശല്യം വലിയ രൂക്ഷം, അതുപോലെ ഈ പിന്നെ നാട് മുഴുവൻ ഈ വേസ്റ്റ് മാനേജ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ കിടക്കുകയാണ്. ഈ പകർച്ചവ്യാധികൾ പറഞ്ഞിട്ടുണ്ടാണ്. ഇവിടെ ഈ പിന്നെ നഗരത്തിനകത്ത് വലിയ തോതിലുള്ള സ്യൂവേജ് സിസ്റ്റം പ്രശ്നമാണ്. ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് മരാമത്ത് പണികൾ, ഒരു റോഡ് പണി പോലും ഇപ്പൊ നടന്നിട്ടില്ല. ഇത് നടക്കാത്ത ഇവിടെ പണമില്ലാത്തതുകൊണ്ടല്ലേ? അങ്ങനെ പണമില്ലാതെ നടക്കുമ്പോൾ 300 കോടി രൂപയുടെ ആഡംബര കെട്ടിടം പൊളിച്ച് ഇത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തറവാട് സ്വത്താണ്. ഇത് നികുതി കൊടുക്കുന്നത് ജനങ്ങളാണ്, അല്ല ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നല്ലേ ഇത് ചെയ്യുന്നത്. സെക്രട്ടറി പറയട്ടെ, ഈ വർഷത്തെ നിങ്ങളുടെ ഫണ്ട് വിഹിതം എത്ര രൂപ ഉണ്ടെന്ന്? ഇപ്പൊ നിങ്ങൾക്ക് വിഹിതം ഇവിടെ ഉപയോഗിക്കാൻ എത്ര വിഹിതം ഉണ്ട് പറയണം? പ്ലാൻ ഫണ്ടിൽ എത്ര? 37 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ വർക്കിന് 36 കോടി നിങ്ങൾ മാറ്റിയാൽ 1 കോടി രൂപ വെച്ച് നിങ്ങൾ ഇവിടെ ഈ വർഷം 101 വാർഡിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്ലാൻ ഫണ്ട് വിഹിതം പോലും ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇന്ന് കൂട്ടുനിന്ന് എന്തിനാ? അല്ലല്ല, കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഈ നടപടിക്രമങ്ങൾ, കൗൺസിൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ ഈ പ്രവർത്തനത്തിന് പറയാൻ ആദ്യം വെക്കണം, അവിടെ സംസാരിക്കണം. അതുപോലെ ഇദ്ദേഹം കൊണ്ടുവന്ന പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റിന് അയാള് BJP കാരനെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിപ്പിച്ചിട്ട് ഇനി ഈ കൗൺസിൽ കാലാവധിയിൽ അയാൾ പൂർത്തിയാക്കുന്ന സാഹചര്യം പൂർത്തിയാക്കട്ടെ, ഞങ്ങളാരും പറയുന്നില്ല. പക്ഷേ ഇതുപോലാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? താങ്കൾക്ക് കൗൺസിൽ നടപടിക്രമം പാലിക്കാൻ പോലുമുള്ള ബാധ്യതയിൽ നിന്നാണ് ഇതെന്ന് മനസ്സിലാവും. മുനിസിപ്പൽ ആക്ട് പറയണത് ആഡംബര കെട്ടിടമല്ല പറയുന്നത്. മുനിസിപ്പൽ ആക്ട് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണപ്പെടുന്ന ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കോർപ്പറേഷൻ. അതാണ് മുനിസിപ്പൽ ആക്ട് പറയുന്നത്. മുനിസിപ്പൽ ആക്ടിന് വിധേയമായി വേണം പ്രവർത്തിക്കാൻ. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ പണമില്ലാതെ, ഇവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എത്ര ദിവസമായിട്ട് ഈ ആളുകൾ കുടിവെള്ളം കിട്ടാതെ ഇവിടെ നീറുന്ന പ്രശ്നമായിട്ട് റോഡിൽ നിൽക്കുക. എത്ര ദിവസമായിട്ട് ഈ പറയുന്ന കണക്ക് മരാമത്ത് പണി, ഞങ്ങളുടെയൊക്കെ വാർഡിനകത്തുള്ള മരാമത്ത് പണി എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവുകയാണ്, റോഡ് അപകടങ്ങൾ ഉണ്ടാവുകയാണ്. സെക്രട്ടറി, പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചത് നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ശ്രദ്ധ ഇന്നലെ പെടുത്തി, ഞങ്ങൾ ദിവസങ്ങളായി പെടുത്തിക്കൊണ്ട്. അത് വിഷയം അതല്ല. താങ്കൾ ഈ കൗൺസിൽ നടപടിക്രമത്തിൽ സാധാരണ ഒരു അനുശോചനം കഴിഞ്ഞാൽ അവധി വെച്ചുകൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയത്തിന് പകരം താങ്കൾ എന്തിനുകൊണ്ട് ഈ പ്രവർത്തനത്തിന് കൂട്ടുനിന്നു? ഒന്ന്. രണ്ടാമത്തെ വിഷയത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കൗൺസിലിൽ 101 കൗൺസിലർമാർക്കും അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സാഹചര്യമുള്ളപ്പോൾ മൈക്ക് ഓഫ് ചെയ്തപ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് മറ്റ് പ്രതിപക്ഷങ്ങളുടെ അഭിപ്രായം കൂടി ഇവിടെ ആരായണമെന്ന് താങ്കൾ പറയേണ്ടതല്ലേ? താങ്കൾ അത് രേഖാമൂലം അവിടെ രേഖപ്പെടുത്തി വെക്കേണ്ടതല്ലേ? ആ കൗൺസിൽ മിനിറ്റ്സിൽ രേഖകളുണ്ടോ? ഞങ്ങൾ സംസാരിച്ചതിന്റെ രേഖകളുണ്ടോ? ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം നൽകിയോ? ഇതാരാ ചെയ്യേണ്ടത്? താങ്കൾ കോടതി പോകുമ്പോൾ ഇതിന് മറുപടി പറയണ്ടേ? ഞങ്ങൾ കോടതി പോകുമ്പോൾ ഈ കൗൺസിൽ ഹാളിൽ നടന്ന ചർച്ചയെ കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ എന്ത് പറയും? അവിടെ ഒരു രേഖപ്പെടുത്തിയിട്ടില്ല. എന്താ അവിടെ രേഖപ്പെടുത്തിയെന്ന് പറയൂ ഞങ്ങളോട്. ഞാൻ പറയട്ടെ, ഇപ്പൊ 91ാമത്തെ സെക്ഷൻ അനുസരിച്ച് നടപടി എടുക്കേണ്ടത് സെക്രട്ടറിയാണ് റിപ്പോർട്ട് എഴുതി അയക്കേണ്ടത്. സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് എഴുതി അയക്കണം. അതല്ലാതെ വേറെ ഒരു തരത്തിലും ഇങ്ങനത്തെ ഒരു അവധി നിയമവിരുദ്ധമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ ഒരു അവധി അപേക്ഷയെ സംബന്ധിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തെ സംബന്ധിച്ച് പറഞ്ഞ, എന്നെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് അവകാശമാണ് ഈ മേയർക്കുള്ളത്? അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇവിടുത്തെ ജീവനക്കാരനെ എന്തിനാ ഓഫ് ചെയ്യുന്നത്? ഞങ്ങൾ അടുത്ത ദിവസം തൊട്ട് ഈ പറയുന്ന മൈക്ക് ഓഫ് ചെയ്യുന്ന ആളിനെ നമ്മൾ പിടിച്ചു നിർത്തും. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയണേ. ഒരു കൗൺസിൽ അംഗം, ഞാൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എണീറ്റത്. ഒരു കൗൺസിൽ അംഗം എന്നുള്ള രൂപത്തിൽ എനിക്ക് ആ ഫ്ലോറത്തിൽ സംസാരിക്കാനുള്ള അധികാരമില്ലേ? അത് കട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് എത്ര കാലം കൊണ്ട് നടക്കുന്നു? ഇനി ഇത് നടക്കില്ല. കാര്യം 10-400 അജണ്ട കൊണ്ടുവരിക, 2 മിനിറ്റ് കൊണ്ട് പാസ്സാക്കി പോവുക, ഞങ്ങൾക്ക് വർത്തമാനം പറയാനായിട്ടുള്ള അവകാശം തരാതിരിക്കുക, അവർക്ക് ഇഷ്ടമുള്ള തോന്നുന്ന രൂപത്തിലേക്ക് എന്ത് വൃത്തികേടുകളും കാണിക്കാവുന്ന രൂപത്തിൽ നിയമവിരുദ്ധമായി മുമ്പോട്ട് പോവുക.